പലരും പല രീതിയിൽ ഈ കറി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഒരിക്കലും നിരാശപ്പെടില്ല. 1/4 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് കുറച്ച് പെരുംജീരകവും 2 ചുവന്നുള്ളിയും ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും ഇട്ട് ബ്രൗൺ നിറമാവുന്ന വരെ വറുത്ത് കോരണം. ഇനി കടായിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കടുക് പൊട്ടുമ്പോൾ ഒരു സവാളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം എല്ലാം മാറ്റിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് കടല ഞാൻ മാറ്റി വെച്ച ശേഷം അത് നമ്മുടെ വറുത്ത തേങ്ങാക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് അതുകൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി കടലക്കറി തയ്യാറായി കേട്ടോ. ഇനി ഇത് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ കൊടുത്തോളൂ.